നമുക്ക് 100 തവണ അൽഹംദുലില്ലാ എന്ന് ചൊല്ലി ദുആ ചെയ്യാം. അതിനു മുമ്പ് അൽഹംദുലില്ലാ എന്ന ദിക്റിൻ്റെ മഹത്വം ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രാവശ്യം എൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, എനിക്ക് വയസ്സായി നബിയെ, ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വല്ല അമലുകളും എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാ എന്ന് 100 തവണ ചൊല്ലുക. ഫ ഇന്നഹ തഅദിലു മിഅത ഫറസിൻ, അത് 100 കുതിരകളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകിയ പ്രതിഫലം കിട്ടുന്നതാണ് എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ 100 കുതിരയെ നൽകിയ പ്രതിഫലം കിട്ടുന്നതാണ് 100 തവണ അൽഹംദുലില്ലാ എന്ന് ചൊല്ലുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പം 100 എണ്ണം ചൊല്ലിയാൽ 100 കുതിരയെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകിയതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പം നമ്മൾ അൽഹംദുലില്ലാ ചൊല്ലുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണമല്ലോ. അതുമാത്രമല്ല, നാളെ പരലോകത്ത് വെച്ച് ഏറ്റവും നല്ല അടിമ എന്ന ആ മഹത്വം ലഭിക്കുന്നത് കൂടുതൽ അൽഹംദുലില്ലാ പറഞ്ഞവർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഏറ്റവും കൂടുതൽ അൽഹംദുലില്ലാ പറഞ്ഞവർക്കാണ് പരലോകത്ത് നല്ല അടിമ എന്ന് പേര് നൽകപ്പെടുന്നത്. നല്ല അടിമാകുക ഏറ്റവും കൂടുതൽ അൽഹംദുലില്ലാ പറഞ്ഞവരാണ്. മാത്രമല്ല, പരലോകത്ത് സ്വർഗത്തിലേക്ക് ആദ്യമായിട്ട് ക്ഷണിക്കപ്പെടുന്നത് യഹ്മദൂനല്ലാഹ ഫിസ്സറാഇ വല്ലറാഇ, സന്തോഷത്തിലും ദുഃഖത്തിലും അൽഹംദുലില്ലാ പറഞ്ഞവരാണ് എന്ന്. അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ എന്ത് ചെയ്യണം? പറയണം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വചനമാണ് അൽഹംദുലില്ലാ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്കാണ് അൽഹംദുലില്ലാ. ഈ അൽഹംദുലില്ലാ എന്ന ദിക്ർ ചൊല്ലുന്നവരെ അള്ളാഹുവിൻ്റെ അടുക്കൽ പറയപ്പെടും എന്നാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ അൽഹംദുലില്ലാ എന്ന് പറയുന്ന ആൾക്കാരെ പറയപ്പെടും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാ എന്ന് പറയുന്നവരെ പറയപ്പെടുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ പറയപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് ചോദിച്ചു. ആർക്കാ ഇഷ്ടമല്ലാത്ത? അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മളെ പറയുക എന്നുള്ളത് അത് വലിയ ഭാഗ്യമാണ്. അപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നവരെ അള്ളാഹുവിൻ്റെ അടുക്കൽ എന്ത് ചെയ്യും? പറയപ്പെടും. മാത്രമല്ല, വ അൽഹംദുലില്ലാഹി യംലഊഹു, മീസാൻ നിറക്കുന്നതാണ് അൽഹംദുലില്ലായുടെ പ്രതിഫലം. അങ്ങനെ പറഞ്ഞാൽ നല്ല പ്രതിഫലമുണ്ട് അൽഹംദുലില്ലാ എന്ന് പറയുന്നതിന്. മീസാനിൽ വലിയ ഭാരമായിട്ടുണ്ടാവും അൽഹംദുലില്ലാ എന്ന ദിക്റിൻ്റെ പ്രതിഫലം എന്ന്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ചോദിച്ചു, ഉഹുദ് മലയോളം നന്മ നിങ്ങൾക്കാർക്കെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, ആർക്ക് കഴിയാനാണ്? ഉഹുദ് മല എന്ന് പറയുന്ന ആ മലയോളം പ്രതിഫലം ചെയ്യാൻ ഞങ്ങൾക്കാവുമോ എന്ന് ചോദിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വ അൽഹംദുലില്ലാ എന്ന ദിക്ർ അഅ്ളമു മിൻ ഉഹദിൻ, ഉഹദ് മലയേക്കാൾ പ്രതിഫലമുള്ളതാണ്. അൽഹംദുലില്ലാ എന്ന് ഒരു പ്രാവശ്യം ഒരാൾ പറഞ്ഞാൽ ഉഹദ് മലയേക്കാൾ വലിയ പ്രതിഫലം അതിനുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അൽഹംദുലില്ലാ എന്ന ദിക്റിൻ്റെ മഹത്വം എത്രത്തോളമാണ്, അതിൻ്റെ പ്രതിഫലം എത്രത്തോളമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അൽഹംദുലില്ലാ എന്ന് 100 തവണ ചൊല്ലി ദുആ ചെയ്യാണ്. അപ്പോൾ നമ്മൾ പറയുക മാത്രമല്ല, അത് ചെയ്യുകയും കൂടി ചെയ്യാണ്.
ഇൻഷാ അല്ലാഹ്. അപ്പം 100 പ്രാവശ്യം നമ്മൾ അൽഹംദുലില്ലാ പറഞ്ഞ് ദുആ ചെയ്യാണ്. അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം. അൽ ഹംദു ലില്ലാ, ഹ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ. അൽ ഹ ദു, അൽഹംദു, അത് കറക്റ്റ് ചൊല്ലണം. അൽ ഹംദു എന്ന് പറയരുത്, അൽ ഹംദു. ഹ പ്രത്യേകം നമ്മൾ എന്താക്കണം, ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ തെറ്റുകൂടാതെ എല്ലാവരും എൻ്റെ കൂടെ ചെല്ലുക ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല അൽഹംദുലില്ലാ എന്ന് നമ്മൾ 100 തവണ ചൊല്ലിയത് സ്വീകരിക്കുമാറാവട്ടെ. 100 തവണ ചൊല്ലിയത് കൊണ്ട് നമുക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്ര വലിയ പ്രതിഫലമാണ് നമുക്ക് ഈ 100 എണ്ണം ചൊല്ലിയപ്പോൾ ലഭിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതകാലത്ത് ചൊല്ലിയ അൽഹംദുലില്ലാ എന്ന ദിക്റും അതുപോലെ ഇപ്പോൾ 100 എണ്ണം ചൊല്ലിയ അൽഹംദുലില്ലാ എന്ന ദിക്റും നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ അൽഹംദുലില്ലാ എന്ന് ചൊല്ലിയവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് ഞങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ. അല്ലാഹുവേ, അതൊക്കെ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്.
ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. തെറ്റുകൂടാതെ അൽഹംദുലില്ലാ എന്ന് ജീവിതത്തിൽ ഇനിയും പറയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, നീ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ദുഃഖമുണ്ടാവുമ്പോഴും അൽഹംദുലില്ല പറയാൻ, സന്തോഷമുണ്ടാവുമ്പോഴും അൽഹംദുലില്ല പറയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ എത്ര അൽഹംദുലില്ല പറഞ്ഞാലും തീരുകയില്ല, മതിയാകുകയില്ല. അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് വലിയ നന്ദി പറയുകയാണ്. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്നാണ്. അഥവാ ഏറ്റവും വലിയ പുകഴ്ത്തലാണ് അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് എല്ലാം തന്നതിന് വേണ്ടി ഏറ്റവും വലിയ പുകഴ്ത്തൽ നമ്മൾ പുകഴ്ത്തുകയാണ്. അതാണ് അൽഹംദുലില്ലാ. സർവസ്തുതിയും അള്ളാഹുവിനാണ്. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഇൻഷാ അല്ലാഹ്. അള്ളാഹുവേ, അൽഹംദുലില്ലാ എന്ന് ജീവിതത്തിൽ ഇനിയും പറയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അത് ജീവിതത്തിലൊരു ദിക്റായി എല്ലാ ദിവസവും കൊണ്ടുവരാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.